എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെയ്യണത് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് HSI മാത്സിന്. അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. A = സെറ്റ് ഓഫ് ഓൾ 1 2 3 4 എക്സെട്ര അപ് ടു 10 എന്ന ഗണത്തിന് സെറ്റ് 3 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങളുണ്ട്? 3 അംഗങ്ങൾ. ആകെ ഉപഗണങ്ങളുടെ എണ്ണം കാണാൻ 2n ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. പക്ഷെ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 3 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടാകും എന്നാണ്. അപ്പൊ എന്താണ്? 10 അംഗമാണ് ഉള്ളത് അല്ലെ. അതിൽ 3 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ? 10c3 ആണ്. അപ്പൊ 10c3 എങ്ങനെയാ കണ്ടുപിടിക്കുക? 10c3 കണ്ടുപിടിക്കാൻ അറിയില്ലേ? എങ്ങനെയാണ്? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 3 ഫാക്ടോറിയൽ അല്ലേ. അതായത് NCR നിങ്ങൾക്കറിയാം. n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 3 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 7 ഫാക്ടോറിയൽ. അപ്പൊ ഇവിടെ എന്ത് വരും? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എങ്ങനെ എഴുതുക? 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ, ഇൻറ്റു 1 7 ഫാക്ടോറിയൽ. അപ്പൊ ഈ 7 ഫാക്ടോറിയലും ഈ 7 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് പോയോ? ഇവിടെ എന്താണ്? 3 പ്രാവശ്യം ഇവിടെ പോവും. ഇവിടെ എന്താണ്? 4 പ്രാവശ്യം 2 പോവും അല്ലെ. 3 4 12 120. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് 2 പ്ലസ് റൂട്ട് 2ന്റെ വില എന്ത്? ഇതില് ഞാൻ എന്താ ചെയ്യണേ? റൂട്ട് 2 പ്ലസ് റൂട്ട് 2 പ്ലസ് ആണ് പറഞ്ഞിരിക്കണേ അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ റൂട്ട് 2നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 cos π/4 എന്ന് എഴുതാൻ പറ്റില്ലേ? അതായത് cos π/4 എത്രയാണ്? 1/√2 ആണ് അല്ലെ. അപ്പൊ 2 ഇൻറ്റു 1/√2 എന്ന് പറഞ്ഞാൽ √2 അല്ലേ. അപ്പൊ നമുക്ക് ഈ √2നെ 2 cos π/4 എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പൊ ഞാൻ ഈ √2നെ, ഈ ഉള്ളിലുള്ള √2നെ ഞാൻ എന്താ എഴുതി? 2 cos π/4 എന്ന് എഴുതി. അപ്പൊ എന്താവും നമ്മളൊക്കെ? ഇത് √2 പ്ലസ് റൂട്ട് ഓഫ് 2 പ്ലസ് 2 cos π/4 എന്നായില്ലേ. ഈ 2നെ വെളിയിലേക്ക് എടുത്താൽ എന്ത് വരും? 2 ഇൻറ്റു 1 പ്ലസ് cos π/4 എന്നായില്ലേ. അപ്പൊ ഇത് എന്താണ്? 1 പ്ലസ് cos π/4 എന്ന് പറയുന്നത് എന്താണ്? 2 cos സ്ക്വയർ π/8 അല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 2 cos സ്ക്വയർ π/8 എന്ന് വരും അല്ലെ. അതിനെ റൂട്ടിന്റെ ഉള്ളിലാണ് നമ്മൾ എഴുതണത് അല്ലെ. അപ്പൊ അതിനെ പുറത്തേക്ക് എടുക്കുമ്പോ എന്താവും? ഒരു 2ഉം പിന്നെ ഒരു cos π/4 വരും അല്ലെ. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് 2 പ്ലസ് 2 cos π/8 എന്ന് വരുന്നില്ലേ. ഇനി ഈ 2നെ ഞാൻ പുറത്തേക്ക് എടുത്താലോ? 2 ഇൻറ്റു 1 പ്ലസ് cos π/8 എന്നായില്ലേ. അപ്പൊ ഈ 1 പ്ലസ് cos π/8നെ നമുക്ക് എന്തെഴുതാം? 2 cos സ്ക്വയർ π/16 എന്ന് എഴുതിക്കൂടെ? ഈ 2 ഇൻറ്റു ഉണ്ട്. ഇതിന്റെ റൂട്ടാണ് ഇനി നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പൊ 2 രണ്ടെണ്ണം ഉണ്ട് വെച്ചെങ്കിൽ ഒരെണ്ണം വെളിയിലേക്ക് വരില്ലേ. പിന്നെ cos സ്ക്വയർ π/16ന്റെ വെളിയിലേക്ക് വരുമ്പോ എന്താവും? cos π/16. അപ്പൊ ഏതാണ് ആൻസർ? 2 cos π/16 എന്നുള്ളതാണ് ആൻസർ. ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 56 PR plus 6 is to 54 PR plus 3 equal to എന്താണ്? 30,800 is to 1ന്റെ വില ആയാൽ ആറിന്റെ വില എന്ത്? നമുക്കറിയാം NPR നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? NPR equal to n factorial by n minus r factorial അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങനെ എഴുതിയിട്ട് വെച്ചെങ്കിൽ 56 PR plus 6നെ എങ്ങനെ എഴുതാം? 56 factorial divided by 56 minus r plus 6 factorial എന്ന് എഴുതിക്കൂടെ? പിന്നെ is to അല്ലെ. അപ്പൊ ഡിവൈഡഡ് ബൈ എടുത്തു ഞാൻ. 54 PR plus
3നെ നമുക്ക് എങ്ങനെ എഴുതാം 54 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 54 മൈനസ് r പ്ലസ് 3 അത് ബ്രാക്കറ്റിലാണ് അല്ലെ ഈ മൈനസ് എല്ലാത്തിനും ബാധകമാണ് അതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇടുന്നത് ഫാക്ടോറിയൽ ഇത് എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ് 30800 ഡിവൈഡഡ് ബൈ 1 തുല്യമാണ് അപ്പൊ ഇതിൽ 56 ഫാക്ടോറിയൽ ഉണ്ട് ഇതിന്റെ 54 ഫാക്ടോറിയൽ ഉണ്ട് അപ്പൊ ഇത് വെട്ടിക്കളയുമ്പോ എന്ത് വരും 56 ഇൻറ്റു 55 വരില്ലേ ബാക്കി 54 ഫാക്ടോറിയൽ ആവില്ലേ അത് ഇതിൽ വെട്ടിപ്പോയി അപ്പൊ അത് കഴിഞ്ഞു ഇനി ഇവിടെ വരുമ്പോ എന്താണ് വരിക നോക്കൂ ഇതിനെ നമ്മളെ ഞാൻ വേറൊരു കളർ കൊണ്ട് എഴുതാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വേഗത്തിൽ മനസ്സിലാകും 56 മൈനസ് ആർ പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം 56 മൈനസ് ആർ മൈനസ് 6 എന്ന് എഴുതിക്കൂടെ ഇതെന്ന് പറഞ്ഞാൽ 56 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എന്താണ് 50 അപ്പൊ 50 മൈനസ് ആർ ഫാക്ടോറിയൽ എന്നായില്ലേ ഇനി ഇതിനെ ഞാൻ എങ്ങനെ എഴുതാം 54 മൈനസ് ആർ മൈനസ് 3 എന്നായില്ലേ അതായത് 51 മൈനസ് ആർ ഫാക്ടോറിയൽ ആയില്ലേ അപ്പൊ ഇവിടെ 50 മൈനസ് ആർ ഫാക്ടോറിയൽ ഉണ്ട് ഇവിടെ 51 മൈനസ് ആർ ഫാക്ടോറിയൽ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനെ 50 മൈനസ് ആർ ഫാക്ടോറിയലാക്കാൻ പറ്റില്ലേ എങ്ങനെയാണ് 50 മൈനസ് ഇതിനെ നമ്മൾ എന്ത് എഴുതാൻ പറ്റും 51 മൈനസ് ആർ ഫാക്ടോറിയലിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും 51 മൈനസ് ആർ ഇൻറ്റു 51 മൈനസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ ഇതിൽ 51 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 50 അല്ലേ 50 മൈനസ് ആർ ഫാക്ടോറിയൽ ആയില്ലേ അപ്പൊ ഇതും ക്യാൻസൽ ചെയ്ത് പോവോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു 51 മൈനസ് ആർ മാത്രമായില്ലേ അത് എന്താണ് മുകളിലേക്ക് വരും അല്ലെ അപ്പൊ 56 എന്താണ് വരിക 56 ഇൻറ്റു 55 ഇൻറ്റു 51 മൈനസ് ആർ ഈക്വൽ ടു എന്തെന്ന് വരും 30800 എന്ന് വരും അപ്പൊ നമുക്ക് 51 മൈനസ് ആർ എങ്ങനെ കണ്ടുപിടിക്കാം 30800 ഡിവൈഡഡ് ബൈ 56 ഇൻറ്റു 55 എന്ന് വന്നില്ലേ 55 5 11 പ്രാവശ്യമല്ലേ ഇവിടെ 6 5 30 ഓരഞ്ച് 5 30 6 5 30 0 അല്ലെ 11 എത്ര പ്രാവശ്യം പോവും 11 5 55 66 6 560 560 ബൈ 56 എത്രയാണ് 10 അപ്പൊ നമുക്ക് എന്ത് കിട്ടി 51 മൈനസ് 6 എന്ന് പറയുന്നത് 10 ആണെന്ന് കിട്ടി അപ്പൊ 6 എങ്ങനെ കണ്ടുപിടിക്കാം 51 മൈനസ് 10 അത് എത്രയാണ് 41 മനസ്സിലായി എന്ന് വിചാരിക്കണു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ കമന്റുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കുള്ള ഊർജ്ജം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിവിധ നിറത്തിലുള്ള 8 മുത്തുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത എത്ര രീതിയിലുള്ള മാലകൾ വൃത്താകൃതിയിൽ ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ ഇത് എന്താണ് സർക്കുലർ ആണ് അല്ലെ സർക്കുലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആകെ 8 നിറത്തിലുള്ള മുത്തുകൾ മാത്രമാണ് വെച്ചെങ്കിൽ നമുക്ക് എത്ര ഫാക്ടോറിയൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റും 7 ഫാക്ടോറിയൽ ചെയ്യാൻ പറ്റും പക്ഷേ വൃത്താകൃതി ആയതുകൊണ്ട് നമുക്ക് എന്താണ് 7 ഫാക്ടോറിയൽ ബൈ 2 ആണ് അപ്പൊ എങ്ങനെയാണ് 7 ഫാക്ടോറിയൽ ബൈ 2 എന്താ ചെയ്യാ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ബൈ 2 ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ 4 3 12 12 5 60 60 360 ഇൻറ്റു 7 അത് എത്രയാണ് 7 6 42 4 3 7 21 4 25 ഏതാണ് ആൻസർ 2520 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം 15 ഫാക്ടോറിയൽ എന്ന സംഖ്യയിൽ 3 എന്ന അഭാജ്യ സംഖ്യയുടെ കൃതി എത്ര 15 ഫാക്ടോറിയൽ എങ്ങനെ എഴുതുക അതായത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സിട്ര എഴുതിയിട്ട് ഏത് വരെ എഴുതണം 15 വരെ എഴുതണം അതാണ് ഇൻറ്റു ചെയ്യണം അല്ലെ അതാണ് 15 ഫാക്ടോറിയൽ അല്ലെ ഇതില് 3 ഘടകമായി വരുന്നത് ഏതൊക്കെയാണ് 3 വരും 6 വരും 9 വരും 12 വരും 15 വരും അല്ലെ
ഇതില് 3 എത്ര പ്രാവശ്യം വരും? ഒരു പ്രാവശ്യം. 6-ല് 3 ഒരു പ്രാവശ്യം. 9-ല് 3 2 പ്രാവശ്യം വരും അല്ലെ? 3/2 വരും. ഇതിലും 3 ഒരു പ്രാവശ്യം, ഇതിലും 3 ഒരു പ്രാവശ്യം. അപ്പൊ എത്ര 3-കൾ വന്നിട്ടുണ്ട് നോക്കൂ? 1 2, ഇവിടെ 2 എണ്ണം. അപ്പൊ 4 5 6. 6 ആണ് 3/6 ആണ് വരിക. 3 എന്ന അഭാജ്യസംഖ്യയുടെ കൃതി അപ്പൊ എന്താ വരിക? 6 എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ്വിമാന സമവാക്യങ്ങളായ x² minus x minus 12 equal to 0, kx² plus 10x plus 3 equal to 0 എന്നിവയ്ക്ക് ഒരു പൊതുമൂല്യമുണ്ടെങ്കിൽ k യുടെ വില എത്ര? ഇതിനൊരു കോമൺ റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ റൂട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ? x² minus x minus 12 equal to 0. അപ്പൊ എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം നോക്കൂ? കൂട്ടുമ്പോൾ എന്ത് വരണം? -1 വരണം. ഗുണിക്കുമ്പോൾ -12 വരണം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണോ നോക്കൂ? x minus 4 into x plus 3 അങ്ങനെ പറ്റില്ലേ? ഈക്വൽ ടു 0. അപ്പൊ x ഈക്വൽ ടു എന്തായി? 4 or -3 വന്നു അല്ലെ? ഇതിലെ ഏതെങ്കിലും ഒന്നാവും കോമൺ റൂട്ട് അല്ലെ? അപ്പൊ എക്സിന് 4 കൊടുത്താൽ ഇവിടെ എന്താവും നോക്കൂ? 4 കൊടുത്താൽ 16k plus 40 plus 3 equal to 0. അപ്പൊ കെയുടെ വാല്യൂ ഇതിൽ എന്ത് വരും? k equal to -43/16 വരും. അല്ലാണ്ട് ഇനി നമുക്ക് -3 കൊടുത്തു നോക്കാം. -3 കൊടുത്താൽ എന്ത് വരും? -3² എന്ന് പറഞ്ഞാൽ 9 വരും. 9k minus 30k 30k അല്ല 30 അല്ലെ? 10 into x-ന് പകരം -3 കൊടുത്തു. അപ്പൊ -30 plus 3 equal to 0. അപ്പൊ k എന്ത് വരും നോക്കൂ? 9k equal to 27 വന്നു. k equal to എന്ത് വരും? 27/9. അത് എത്രയാണ്? 3. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 45 മീറ്റർ പൊക്കമുള്ള ഒരു മരം ഗ്രൗണ്ടിന് സമീപത്തായുണ്ട്. ഒരാൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് നിന്ന് 30 ഡിഗ്രി മേൽക്കോണിൽ ആംഗിൾ ഓഫ് എലിവേഷൻ മരത്തിന്റെ അഗ്രഭാഗം വീക്ഷിക്കുന്നുവെങ്കിൽ മരത്തിന്റെ ചുവട്ടിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ് ടി വ്യക്തി നിൽക്കുന്നത്? ഇവിടെ ഒരു മരമുണ്ട്, 45 മീറ്റർ പൊക്കമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരാൾ വീക്ഷിക്കുകയാണ് ഈ അഗ്രത്തിലേക്ക്. അപ്പൊ എന്താണ്, എത്ര ഡിഗ്രി കോണാണ് ഇവിടെ ഉണ്ടാക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എത്രയാണ്? 30 ഡിഗ്രിയാണ് ഉണ്ടാക്കണത്. അപ്പൊ ചുവട്ടിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ് ടി വ്യക്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഈ ഭാഗത്തെ അളവാണ് നമുക്ക് കാണേണ്ടത്. ഇതാണ് എക്സ്. അപ്പൊ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും നോക്കി നോക്കൂ. അതായത് ഇത് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് അല്ലെ? അപ്പൊ എന്താണ്? ടാൻ ആണ് എടുക്കേണ്ടത് അല്ലെ? ടാൻ 30 ഡിഗ്രി എടുത്തേണ്ട വെച്ചെങ്കിൽ ഈക്വൽ ടു 45/x എന്ന് വരില്ലേ? അപ്പൊ ടാൻ 30യുടെ വാല്യൂ നമുക്ക് അറിയോ? sin 30യുടെ വാല്യൂ 0, 1/2, 1/√2, √3/2, 1. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കണം. 1√3/2, 1/√2, 1/2, 0. ഇങ്ങനെയാണ്. 0, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ടാൻ 30 ഡിഗ്രി ഇവിടെ എന്താ വരിക? സൈൻ ബൈ കോസ് ആണ്, 1/√3 ആണ് വരിക. അപ്പൊ 1/√3 ഈക്വൽ ടു 45/x ആണ്. അപ്പൊ നമുക്ക് x എങ്ങനെ കണ്ടുപിടിക്കാം? 45/√3. സോറി, x ഈക്വൽ ടു 45/√3 അല്ല വരിക, കാരണം ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ? അപ്പൊ x ഈക്വൽ ടു എന്ത് വരും? 45 into √3. 45√3 എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9
മുഖങ്ങളും 21 വശങ്ങളും ഉള്ള ഒരു പെട്ടിക്ക് എത്ര മൂലകൾ അല്ലെങ്കിൽ വെർട്ടിസസ് ഉണ്ടായിരിക്കും? ഇതിനൊരു വാക്യമുണ്ട് കേട്ടോ. എങ്ങനെയാണ് നമുക്ക് വാക്യം പറയാൻ പറ്റുക? അതായത് ഫേസസും അതായത് ഫേസസ്, വെർട്ടിസസ്, എഡ്ജസ്, ഇതെല്ലാം കൂടിയ ഒരു വാക്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. എഫ് പ്ലസ് വി മൈനസ് ഇ ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഇവിടെ ഫേസ് എന്ത് വരും? 9 ആണ്. വി എന്താണ്? വെർട്ടിസസ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഡ്ജസ് എത്രയുണ്ട്? 21 വശങ്ങള് അല്ലെ? 21 ഈക്വൽ ടു 2. അപ്പൊ വി എന്ത് വരും നോക്കൂ? 12 9 ആണ് അല്ലെ? അപ്പൊ 2 പ്ലസ് 12 ഏതാണ് ആൻസർ? 14 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഈ വാക്യം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്, വേഗത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് അറിഞ്ഞില്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറവ് പീരിയഡ് ഉള്ള ട്രിഗണോമെട്രിക് ഏകതം ഏത്? ഇതിൽ നോക്കൂ, മോഡ് സൈൻ 2x എന്ന് പറയുമ്പോൾ അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് എന്താവും? അതായത് മോഡ് സൈൻ AXന്റെ പീരീഡ് എങ്ങനെയാ കാണുക? പൈ ബൈ മോഡ് A ആണ്. അപ്പൊ നമുക്ക് സൈൻ AXന്റെ പൈ ബൈ മോഡ് A ആണെങ്കിൽ സൈൻ 2xന്റെ എന്താവും? പൈ ബൈ മോഡ് 2 അല്ലെ? പൈ ബൈ 2. ഇനി സൈൻ 3xന്റെ എന്താവും? പൈ ബൈ സൈൻ 3x. മോഡ് സൈൻ 3xന്റെ എന്താവും? പൈ ബൈ മോഡ് 3. അത് എത്രയാണ്? പൈ ബൈ 3. ഇനി സൈൻ 4xന്റെ മോഡിന്റെ എന്താവും പീരീഡ്? പൈ ബൈ മോഡ് 4. അത് എത്രയാണ്? പൈ ബൈ 4. മോഡ് സൈൻ 5xന്റെ എന്താവും? പൈ ബൈ മോഡ് 5. അത് എത്രയാണ്? പൈ ബൈ 5. അപ്പൊ ഇതിലെ ഏറ്റവും കുറവ് പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്, മോഡ് സൈൻ 5x ആണ് അല്ലെ? അപ്പൊ ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x raised to 4 plus 2x cube minus 16x square minus 22x plus 7 equal to 0 എന്ന സമവാക്യത്തിന്റെ ഒരു മൂല്യം അല്ലെങ്കിൽ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ആയാൽ സമവാക്യത്തിന്റെ മറ്റൊരു മൂല്യം താഴെ പറയുന്നവയിൽ ഏത്? 2 പ്ലസ് റൂട്ട് 3 ഒരു റൂട്ട് ആണെങ്കിൽ നമുക്ക് ഉറപ്പായും പറയാൻ സാധിക്കും 2 മൈനസ് റൂട്ട് 3 ഒരു റൂട്ട് ആണെന്ന് അല്ലെ? അപ്പൊ നമുക്ക് അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു എക്സ് മൈനസ് 2 മൈനസ് റൂട്ട് 3. ഇതിനെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? എക്സ് മൈനസ് 2 മൈനസ് റൂട്ട് 3 എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് 3. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിലായില്ലേ? എക്സ് മൈനസ് 2 എ ആണ് വെച്ചെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലായില്ലേ? അപ്പൊ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 മൈനസ് 3. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 എന്ന് വരും. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാണ് എക്സ് റേസ് ടു 4ന്റെ ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? എക്സ് റേസ് ടു 4 മൈനസ് 4x പ്ലസ് 1. കാരണം രണ്ട് റൂട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ? അത് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇത്. അപ്പൊ ഇതിന്ന് നമ്മള് ഇത് ഡിവൈഡ് ചെയ്ത് എടുത്താൽ വേറൊരു ഭാഗം കൂടിയും കിട്ടും അല്ലെ? അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്ത എക്സ് റേസ് ടു 4 പ്ലസ് 2x ക്യൂബ് മൈനസ് 16x സ്ക്വയർ മൈനസ് 22x പ്ലസ് 7. ഇതിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ വരും അല്ലെ? എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? എക്സ് റേസ് ടു 4 മൈനസ് 4x ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ. ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 മൈനസ് മൈനസ് 4 എന്ന് പറഞ്ഞാൽ 6 ആവും അല്ലെ? 6x ക്യൂബ് മൈനസ് 16 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 17x സ്ക്വയർ
ഇനി ഇതിനെ താഴേക്ക് ഇറക്കി, അപ്പൊ എന്താണ് -22x. അപ്പൊ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കൂ, +6x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും 6x³ മൈനസ് എന്ത് വരും 24 പിന്നെ എന്താണ് +6x. അപ്പൊ ഇതിനെ ഇനി മൈനസ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി ഇവിടെ എന്താണ് x² ടേം വരും അല്ലെ. എത്ര വരും 7x² അല്ലേ വരിക. -17 + 24 എന്ന് പറയുമ്പോൾ 7 അല്ലേ വരിക. 7x² - 28x. പിന്നെ ഇവിടെ എന്താണ് 7 ആണ് ഇറക്കിയിടേണ്ടത് അല്ലെ. അപ്പൊ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7x² - 28x +7. അപ്പൊ 0 വന്നു. അപ്പൊ ഒരു ഭാഗം എന്താണ് x² + 6x + 7 ആണ്. അപ്പൊ അതിന്റെ റൂട്ടുകൾ കണ്ടുപിടിച്ചാ പോരെ. x² + 6x + 7 റൂട്ടുകൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ x കാണാനുള്ള വാക്യം എന്താണ് -b ± √b² - 4ac/2a അല്ലെ. അതെങ്ങനെ ഇവിടുന്ന് കാണാം. -b എന്ന് പറയുന്നത് ഇവിടെ എന്താണ് -6 ആണ്. ± √b² എന്ന് പറഞ്ഞാൽ 36 -4 × 7 28 അല്ലെ. 36 - 28/2a എന്ന് പറഞ്ഞാൽ 2 തന്നെ. അപ്പൊ എന്ത് വരും -6 ± ഇവിടെ എന്താ വരിക 8 ആണ് വരിക അല്ലെ. അപ്പൊ 4 × 2 അല്ലെ. അപ്പൊ 2√2 എന്ന് എഴുതിക്കൂടെ /2. അപ്പൊ 2 എല്ലാത്തൊന്നും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് വരും -3 ± √2. ഇതാണ് രണ്ട് റൂട്ടുകൾ -3 ± √2. അതിലെ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ ഉണ്ടോ നോക്കൂ. -3 + √2 ഉണ്ട്. അപ്പൊ ഏതാണ് ഓപ്ഷൻ സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1819 3587 എന്നീ സംഖ്യകളുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ GCD എത്ര? GCD കാണാൻ എളുപ്പ വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. പക്ഷെ ഇപ്പോ ഇതില് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ ഇതിനെ രണ്ടിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ അതാണ് ആൻസർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. 17 ആവുമ്പോ ഇവിടെ നോക്കൂ 17 ആവുമ്പോ ഇവിടെ എന്ത് വരും 17 11 പോവില്ല. 119 7 പ്രാവശ്യം പോവും അല്ലെ. അപ്പോ 17 പ്രാവശ്യം ഇത് പോവും. ഇതെന്താണ് 17 പോവ് നോക്കൂ. ഈ 17 34 അല്ലെ. പിന്നെ 18 വരുമ്പോ 17 പിന്നെ 17 അപ്പൊ അത് പോവും അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളത് 3587 ഗ്രേറ്റർ ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ 1819 ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം പോവുള്ളൂ 1819. ഇവിടെ എന്താണ് 9 17 അല്ലെ. 9 8 ആണ് അല്ലെ. 17 2 6 ഇവിടെ എന്ത് വരും 7 പിന്നെ 1 1768. അപ്പൊ ഇനി ഇവിടെ എഴുതേണ്ടത് ഈ സംഖ്യയാണ് 1819 ആണ്. ഡിവൈഡഡ് ബൈ 1768 എന്ത് വരും 1. അപ്പൊ 1768. അപ്പൊ നമുക്ക് ബാക്കി എന്ത് വരും 1. ഇവിടെ എന്ത് വരും 5 പിന്നെ എന്താണ് 51 എന്ന് വന്നു. ഇനി ഇവിടെ എഴുതേണ്ടത് എന്താണ് ഈ 1768 ആണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ 51 ഞാൻ ഇങ്ങോട്ട് നീക്കി എഴുതാണ്. 51 ഡിവൈഡഡ് ബൈ 1768 എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ എന്ത് വരും 51 എത്ര പ്രാവശ്യമാണ് 1768 നോക്കൂ. 1768 ബൈ 51 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം പോവും അല്ലെ. 3 പ്രാവശ്യം ആകുമ്പോ എന്ത് വരും 153 എന്ന് വരില്ലേ. 153. അപ്പൊ ബാക്കിയുണ്ട് അല്ലെ. എത്ര ബാക്കിയുണ്ട് നോക്കൂ. 153 എന്ന് പറയുമ്പോ ഇനി ബാക്കിയുള്ളത് എത്രയാണ് 153. അപ്പൊ 176 153 കുറച്ചാൽ എത്ര ആകും 3
2 23 238 എത്ര പ്രാവശ്യം പോവും? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് 3 പിന്നെ ഒരു 4 പ്രാവശ്യം കൂടി വരും. 4 5 20 ഒരു 4 4 4 5 20 അല്ലേ 204 എന്ന് വരും. അപ്പോൾ ബാക്കി എത്ര വരും നോക്കുക. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ അതായത് 34 പ്രാവശ്യം ഇവിടെ നോക്കിയാൽ 34 ഇൻറ്റു 51 ഒരു 4 ഒരു 3 3 4 5 20 2 3 5 15 2 17 4 3 7 1 1 7 3 4 എന്ന് വന്നു അല്ലേ. അപ്പം 4 ബാക്കിയുണ്ട്, പിന്നെ എന്താണ് 3 ബാക്കിയുണ്ട്. ഇനി ഇവിടെ എഴുതേണ്ടത് എന്താണ്? ഈ 51നെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ 51 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം. 51ല് 34 ഒരു പ്രാവശ്യം. അപ്പൊ 34 എന്ന് വന്നു. ഇവിടെ ബാക്കി എത്ര വരും? 17 എന്ന് വരും. അപ്പൊ ഇവിടെ എഴുതേണ്ടത് എന്താണ്? 34 ആണ്. അപ്പൊ 2 പ്രാവശ്യമാണ് വരിക. 34 0 കിട്ടി. അപ്പൊ ഏതാണ് നമുക്ക് GCD ആയി എടുക്കേണ്ടത്? ഏറ്റവും ലാസ്റ്റ് വന്ന ഈ സംഖ്യയാണ് നമുക്ക് GCD ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഏതാണ്? 17 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇതൊരു മെത്തേഡ് ആണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്. 4 5 കുട്ടികൾ പഠിക്കണതാണ്. അത് അറിയില്ല എങ്കിൽ നിങ്ങളൊന്ന് നോക്കി പഠിക്കണം. കാരണം GCD കണ്ടുപിടിക്കാനുള്ള ഒരു വേഗത്തിലുള്ള മെത്തേഡ് ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 factorial plus 2 factorial plus 3 factorial plus etc plus 100 factorial എന്ന സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? നോക്കൂ, 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് 5 ഫാക്ടോറിയൽ പ്ലസ് 6 ഫാക്ടോറിയൽ. ഇനി പറഞ്ഞതിലൊക്കെ ഏതൊരു ഫാക്ടറാണ്? 5 ഫാക്ടറാണ് അല്ലെ. കാരണം എന്താണ്? 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലെ. ഇനി 7 ഫാക്ടോറിയൽ ആണ് ചെയ്യലോ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു. അപ്പൊ എല്ലാത്തിലും 5 ഉണ്ട് അല്ലെ. അപ്പൊ കോമൺ ആയിട്ട് 5 ഉണ്ട്. അപ്പൊ അതിന്റെ ശിഷ്ടം എന്ന് പറയുന്നത് എന്താവും? 0 ആവും അല്ലെ. അതിന്റെ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആവില്ലേ. അപ്പൊ നമുക്ക് ഇനി ഇതിലുള്ള ശിഷ്ടം മാത്രം നമുക്ക് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ എങ്ങനെയാണ് നോക്കേണ്ടത്? 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1/5 എന്ന് പറയുമ്പോൾ ശിഷ്ടം എന്ത് വരും? 1 വരും. 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 അല്ലെ. 2 അല്ലേ ശിഷ്ടം വരിക. 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഇൻറ്റു 2 ആണ് അല്ലെ. 6/5 എന്ന് പറയുമ്പോൾ ശിഷ്ടം എന്ത് വരും? 1 വരും അല്ലെ. 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതിനെ ബൈ 5 ചെയ്താൽ എന്ത് വരും? 24/5. അപ്പൊ ശിഷ്ടം ഏതാ വരിക? 4 ആണ് വരിക അല്ലെ. അപ്പൊ എന്താണ്? 8 ആണ് ഇതിൽ വന്നേക്കണത്. 8നെ ഡിവൈഡഡ് ബൈ 5 ചെയ്താ ഏതാണ് ശിഷ്ടം കിട്ടുക? 3 ആണ് ശിഷ്ടം കിട്ടുക. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. (3^302) മോഡ് 5ന്റെ വില നോക്കാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തന്നെയാണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 27 ആണ്. 3^4 എന്ന് പറഞ്ഞാൽ 81 ആണ്. ഇനി മോഡ് 5 എന്ന് പറഞ്ഞാലോ 81 മോഡ് 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1 ആണ് വരിക അല്ലെ. 3^4 എന്ന് പറയണത്, അപ്പൊ 3^4 എന്ന് പറയണത് 1 മോഡ് 5 എന്ന് എഴുതിക്കൂടെ? കോൺഗ്രുവന്റ് ടു 1 മോഡ് 5 എന്ന് എഴുതിക്കൂടെ? അപ്പൊ 3^4 ഈ 302നെ നമുക്ക് 4ന്റെ എങ്ങനെ എഴുതാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്? 7 4 28, 22ല് I 4 20, പിന്നെ ഒരു 3^2 കൂടി ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3^4
ഹോൾ റേസ് ടു എന്താണ് 75 അല്ലെ ഇൻറ്റു 3/2 എന്ന് എഴുതിക്കൂടെ? കാരണം എന്താണ് 75 4 എന്ന് പറയുന്നത് 4 5 20 2 7 28 2 30 300 പിന്നെ 302 ആണ് ഉള്ളത്. അപ്പൊ 3 സ്ക്വയർ വേറെയായി. അപ്പൊ നമുക്കറിയാം a raised to m into a raised to n equal to a raised to m plus n എന്ന്. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി അറിയാം a raised to m whole raised to n equal to a raised to mn എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പൊ കോൺഗ്രുവന്റ് ടു നമുക്ക് എന്ത് പറയാം? കോൺഗ്രുവന്റ് ടു 1 mod 5 എന്ന് പറയാൻ പറ്റോ? അതായത് 3/4 all raised to 75 കോൺഗ്രുവന്റ് ടു 1 mod 5 എന്ന് പറയാൻ പറ്റില്ലേ? അപ്പൊ 3 സ്ക്വയർ കോൺഗ്രുവന്റ് ടു ഏതാന്ന് മാത്രം നമുക്ക് നോക്കിയാ പോരെ? 3 സ്ക്വയർ കോൺഗ്രുവന്റ് ടു എത്ര mod 5 ആണ്? കാരണം 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ mod 5 വരുമ്പോ എത്രയാണ് ബാക്കി വരിക? 4 ആണ് ബാക്കി വരിക അല്ലെ? അപ്പൊ 3 സ്ക്വയർ 4 mod 5 ആണ്. അപ്പൊ ഏതാണ് വില? 4 എന്നുള്ളതാണ്. കാരണം എന്താണ്? ഈ വില എന്തായി പോയി? 1 mod 5 ആയി പോയി. 3/4 all raised to 75 എന്ന് പറയുന്നത് 1/75 mod 5 ആണ്. അത് 1 mod 5 തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ 3 സ്ക്വയർ മാത്രം നോക്കിയാൽ മതി. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 9 എന്ന് പറയുന്നത് എത്ര mod 5 ആണ്? 4 mod 5 ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. n ഏത് തരത്തിലുള്ള സംഖ്യയാകുമ്പോഴാണ് 2n - 1 അഭാജ്യ സംഖ്യയാകുന്നത്? 2n - 1 എണ്ണൽ സംഖ്യയാണ് വെച്ചെങ്കിൽ 1 കൊടുക്കാം അല്ലെ? അപ്പൊ 2 1 - 1 എന്ത് വരും? 2 - 1 1 വരും. 1 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. അഭാജ്യ സംഖ്യയല്ല. അപ്പൊ നമുക്ക് എണ്ണൽ സംഖ്യ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ ഉള്ളത് നോക്കൂ. ഭാജ്യസംഖ്യ. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ എടുത്തോളൂ. 4 എടുത്തോളൂ. 2/4 - 1 എത്ര വരെ? ഈ 2 4 4 2 8 2 16 16 - 1 എത്രയാണ്? 15. അതൊരു അഭാജ്യസംഖ്യയാണോ? 15 അല്ല, ഭാജ്യസംഖ്യയാണ് അല്ലെ? 15 ഒരു അഭാജ്യസംഖ്യയല്ല. അപ്പൊ അതും കൊടുക്കാൻ പറ്റില്ല. ഇനി അഭാജ്യസംഖ്യ കൊടുത്താലോ? ഒറ്റ സംഖ്യ കൊടുത്താലോ? ആദ്യം ഒറ്റ സംഖ്യ നോക്കാം. 2/3 2/1 - 1. അപ്പൊ 2 - 1 ആവും. 1 ഒരു ഒറ്റ സംഖ്യയാണല്ലോ. 2/1 - 1 എന്ത് വരും? 1 വരും. 1 ഒരു അഭാജ്യ സംഖ്യയാണോ? അല്ല. അപ്പൊ അതും കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ കൊടുക്കാൻ പറ്റുക? അഭാജ്യ സംഖ്യ എന്നുള്ളതാണ്. 2/2 - 1 എത്ര വരും? 4 - 1 3 എന്ന് വരും. ഇനി അടുത്ത അഭാജ്യ സംഖ്യ എന്താണ്? 2 ക്യൂബ് - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്യൂബ് 8 ആണ്. 8 - 1 എന്താണ്? 7 ആണ്. 7 അഭാജ്യ സംഖ്യയല്ലേ? അങ്ങനെ ഏതെടുത്താലും നമുക്ക് 2n - 1 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയായിട്ട് കിട്ടും. എങ്ങനെ? എന്നിന് അഭാജ്യ സംഖ്യ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 135x കോൺഗ്രുവന്റ് ടു 6 mod 10 എന്ന കോൺഗ്രുവൻസ് സമവാക്യത്തിന് എത്ര സൊല്യൂഷൻസ് ഉണ്ട്? ഇതെങ്ങനെ ചെയ്യാം? കാരണം നമുക്ക് അറിയാം എന്താണെന്ന്. ഇങ്ങനെ ഒരു വാക്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ ആൻസർ കിട്ടും. എങ്ങനെയാണ്? അതായത് ax congruent to b mod m സൊല്യൂഷൻസ് വേണമെങ്കിൽ GCD of am divides b ആവണം. എങ്കിലേ അതിന് സൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്താണ്? ഡി എന്ന് പറയുന്നതാണ് GCD of am എങ്കിൽ അത് ഡിവൈഡ് ചെയ്യണു ബിനെ എങ്കിൽ ഡിവൈഡ്സ് ബിയു ആണ് വെച്ചെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഡി സൊല്യൂഷൻസ് ആണ്. ഡി സൊല്യൂഷൻസ് മോഡുലോ എമ്മിന് ഉണ്ടാവും. അപ്പൊ
അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെച്ചെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. GCD ഓഫ് AM എന്ന് പറയുന്നത് ഇവിടെ എന്താണ് 135ഉം 10ഉം ആണ് അല്ലെ. അതിന്റെ GCD എന്ന് പറയുന്നത് എന്ത് വരും 5 ആണ് അല്ലെ. 135ന്റെയും 10ന്റെയും GCD എന്ന് പറയുന്നത് 5 ആണ്. 5 ഡിവൈഡ്സ് B ആണോ? 5 ഡിവൈഡ്സ് 6 ആണോ? അല്ല അല്ലെ. അപ്പൊ അതായത് 6 ഡിവൈഡ്സ് 5 ആണോ? അല്ല അല്ലെ. അതായത് GCD ഓഫ് AM ഡിവൈഡ്സ് B ആണ് എങ്കിൽ, അതായത് ഇവിടെ GCD ഓഫ് AM എന്ന് പറയുന്നത് 5 ആണ്. 5 ഡിവൈഡ്സ് 6 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? സൊല്യൂഷൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ സൊല്യൂഷൻസ് മൂല്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ ഇത്ര നേരത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ കൂടുതൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.